ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തോസിയസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. നമുക്ക് വീഡിയോ. അതിൽ ഫസ്റ്റ് റീസൺ റോങ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് സെലക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ഉണ്ടാവുമല്ലോ. അതായത് ചില ആൾക്കാർക്ക് നല്ല ഓയിലി സ്കിൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് നല്ല ഡ്രൈ സ്കിൻ ആയിരിക്കും, ചിലവർക്ക് കുറച്ച് കോമ്പിനേഷൻ ആയിരിക്കും, ചിലവർക്ക് ഇതൊന്നുമല്ല നോർമൽ ആയിരിക്കും, ചിലവർക്ക് ആഗ്നെ, അതായത് ഒരുപാട് മൂക്കുരു വരുന്ന ടൈപ്പ് സ്കിൻ ആയിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കോമ്പിനേഷൻ ആണെങ്കിലും ചില വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറച്ച് കൂടുതലായിട്ട് വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറെ രീതികൾ ഉണ്ടാവും നമ്മുടെ സ്കിന്നിൽ. ഈ രീതികൾ മനസ്സിലാക്കാതെ നമ്മൾ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് കറക്റ്റ് വർക്ക് ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ സ്കിന്നിനെ ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനും തുടങ്ങും. ഇപ്പൊ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്, നിങ്ങളുടെ ഓയിലിക്ക് പറ്റാത്ത പ്രൊഡക്ട്സുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പൊ ഷിയ ബട്ടർ അടങ്ങിയ ക്രീംസ് അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഓയിലി കണ്ടന്റ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെയാണ് നിങ്ങളുടെ ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യത്തില്ല. മാത്രമല്ല നിങ്ങളുടെ സ്കിൻ അത് കൂടുതൽ ഡള്ളാക്കിയും, ആഗ്നെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരുപാട് മൂക്കുരു വരാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അല്ല നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ ഡ്രൈ ആക്കുന്ന ടൈപ്പ് പ്രൊഡക്ട്സുകൾ, അതായത് റോങ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ, അതായത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകൾ ഡ്രൈ സ്കിൻകാരൊക്കെയാണ് നിങ്ങൾ അതൊക്കെ വാങ്ങി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കാനായിട്ട് തുടങ്ങും. കാരണം സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആവും. ആ ഡ്രൈനെസ് കാരണം നിങ്ങളുടെ സ്കിന്നിൽ ക്രാക്കിംഗ് എഫക്റ്റ് വരും, സ്കിൻ പെട്ടെന്ന് ഏജ് ആയിട്ട് തോന്നും, മാത്രമല്ല സ്കിന്നിൽ ചെറിയ ചെറിയ പീലിംഗ് എഫക്റ്റ് വരാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള റീസൺസ് റോങ് സ്കിൻ ടൈപ്പ് അനുസരിച്ച് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്നെ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻകാർ അല്ലെങ്കിൽ നോർമൽ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്കിൻ ഡ്രൈങ് ആയിട്ടുള്ള ഏജൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കാരണം ഓയിൽ സ്കിൻകാർക്ക് പറ്റിയ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ഡ്രൈ സ്കിന്നിലൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റാതാവുകയും സ്കിൻ വീണ്ടും ഡ്രൈ ആക്കുകയും അത് കാരണം നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ആഗ്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ റോങ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ആഗ്നെ ബ്രേക്ക്ഔട്ട്സ് വരും. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ റോങ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ആഗ്നെ ബ്രേക്ക്ഔട്ട്സ് വരും. നോർമൽ സ്കിൻ ഒക്കെ ആണെങ്കിലും നിങ്ങൾ എക്സസീവ് ആയിട്ട് നല്ല ഓയിലി സ്കിൻകാരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള, പ്രത്യേകിച്ചും ആക്റ്റീവ്സുകളാണ് ഞാൻ പറയുന്നത്. അതായത് സാലിസിലിക് ആസിഡ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാലിസിലിക് ആസിഡ് പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിറ്റാമിൻ സി ആയിരിക്കും, സ്കിൻ ബ്രൈറ്റ്നസ് ആണ്, വിറ്റാമിൻ സി ആണെന്ന് നിങ്ങൾ വിറ്റാമിൻ സി വാങ്ങിച്ച് യൂസ് ചെയ്യും. പക്ഷെ ഒന്നുകിൽ നിങ്ങളുടെ സ്കിന്നിൽ നന്നായിട്ട് മൂക്കുരു ഉണ്ടായിരിക്കുന്നതിന്റെ പ്രശ്നം കാരണം നമ്മൾ വിറ്റാമിൻ സിയും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ സ്കിൻ വീണ്ടും കുറച്ച് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ആക്റ്റീവ് ആഗ്നെ ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം വിറ്റാമിൻ സി യൂസ് ചെയ്തെന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കി അവർ പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി നമ്മൾ സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ വിറ്റാമിൻ സി അടങ്ങിയ ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് കുടിച്ചോളൂ. പക്ഷെ സീറോ ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ആക്റ്റീവ് ആഗ്നെ ഉള്ളപ്പോഴത്തേക്ക് അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത്. അടുത്ത ഇഷ്യൂ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടുത്ത രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാം, നമുക്ക് അറിഞ്ഞുകൂടാത്ത പ്രൊഡക്ട്സുകൾ ഈവൻ നല്ലതാണെങ്കിലും നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ്, ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ ഹൈഡ്രോക്വിനോണിൻ അടങ്ങിയ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അതല്ലെങ്കിൽ അതായത് ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്വിനോണിൻ അടങ്ങിയ ക്രീമുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആക്റ്റീവ്സ് ആണെങ്കിൽ ഇപ്പോൾ ഹയർ കോൺസെൻട്രേഷനുകളിൽ നമുക്ക് കിട്ടും. ഈ 12 നമ്മൾ ഗ്ലൈക്കോ 6 ഒക്കെ എടുക്കുകയാണെങ്കിൽ, സോറി ഗ്ലൈക്കോ 6 ഉണ്ട്, ഗ്ലൈക്കോ 12 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 12 ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യും. സാലിസിലിക് ആസിഡ് 2% വരെ നമ്മൾ സെറത്തിന്റെ ഫോമിലും ക്രീമിന്റെ ഫോമിലും ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് സാലിസിലിക് ആസിഡ് 12% കിട്ടും. അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ സ്കിൻ കെയർ ആയിട്ടാണല്ലോ തുടങ്ങുന്നത്, പക്ഷെ അത് നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. അതാണ് നമ്മൾ രണ്ടാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, റെറ്റിനോയിൻ എന്ന് പറയുന്ന ക്രീം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആയിട്ടാണ്. അത് മാത്രമല്ല നിങ്ങൾ ടീനേജേഴ്സിന്റെ ടൈമിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഡോക്ടർ നോക്കി നിങ്ങളുടെ സ്കിന്നിന് മറ്റുന്നതാണെങ്കിൽ മാത്രമേ റെറ്റിനോയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 21 ഏജിന് എബോ ആണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന് റെറ്റിനോയിൻ പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം റെറ്റിനോയിൻ ഭയങ്കര നന്നായിട്ട് ഹൈ കോൺസെൻട്രേഷൻ ഉള്ളതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടല്ല അത് യൂസ് ചെയ്യുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ റെറ്റിനോയിൻ നമുക്ക് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ 2 നേരം യൂസ് ചെയ്യും, പിന്നെ അത്
വളരെ കുറച്ച് എമൗണ്ട്, അതായത് നമ്മുടെ ഒരു പീ സൈസ് പയറിന്റെ മണിയില്ലേ അത്ര മാത്രം എമൗണ്ട് ഒക്കെ മാത്രമേ നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് മസാജ് ചെയ്ത് പിടിപ്പിക്കാൻ പാടില്ല, നമ്മൾ ഡാബ് ചെയ്തൊക്കെ പിടിപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറെ രീതികളുണ്ട് നമ്മൾ ട്രെറ്റിനോയിൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതിന്റെ ഫോർമുലയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റ് ഫലം കിട്ടും. നിങ്ങൾ ഈവൻതോ നല്ല സാധനമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും. അടുത്ത രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ ഫെയർനെസ് ക്രീമായിട്ട് ഹൈഡ്രോക്വിനോൺ, അതായത് സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീമുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന് മനസ്സിലാവാത്തത്, നിങ്ങൾ ഫാർമസിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരുവിധം അറിയാം ഹൈഡ്രോക്വിനോൺ തരുന്ന സൈഡ്. പിന്നെ അത് സ്കിൻ വൈറ്റനിങ് ക്രീംസ് പറഞ്ഞിട്ട് എന്തിനാണ് കുട്ടിയെ കൊടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ്. ഒന്നാമത്തേത് വെച്ചാൽ ഹൈഡ്രോക്വിനോൺ സ്കിൻ കളർ ചേഞ്ച് ആക്കുന്ന സാധനമാണ്, സത്യമാണ്. പക്ഷേ അത് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ മെലാസ്മ പോലെയുള്ളത് അല്ലെങ്കിൽ സിവിയർ ആയിട്ട് എന്തെങ്കിലും ഒരു സ്കിൻ ഡാർക്ക്നെസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ആ ഡാർക്ക്നെസ് മാറ്റാനായിട്ടാണ് നമ്മൾ ഹൈഡ്രോക്വിനോൺ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടേഴ്സ്. അത് മാത്രമല്ല, അത് യൂസ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ മാക്സിമം 2 വീക്സ് അല്ലെങ്കിൽ 2 മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഗ്യാപ്പിൽ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറയ്ക്കേണ്ടി വരും. നമ്മൾ ഡയറക്റ്റ് ഒരാഴ്ചയിൽ ഡയറക്റ്റ് എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, രാത്രി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ കുറെ രീതികളുണ്ട് ഹൈഡ്രോക്വിനോൺ സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീമുകൾ യൂസ് ചെയ്യും. അതറിയാതെ നിങ്ങളുടെ കുട്ടിയൊക്കെ ഒരു 18 വയസ്സൊക്കെ താഴെയുള്ള മക്കൾക്കോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സ്കിൻ തിന്നാക്കും, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കും, എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും, പിമ്പിൾസ് കൂട്ടും, വെയിലത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒരു പരിധി വരെ നിങ്ങളുടെ സ്കിൻ വെളുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കിൻ ഡാർക്ക് ആയിട്ട് വരാനായിട്ട് തുടങ്ങും. നീ പറയുന്ന ആൾക്കാർ ആരും അതിന്റെ കൂടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് പറയാറില്ല. അത് കാരണം നമ്മുടെ സ്കിൻ വീണ്ടും ഡാമേജ് ആവും. ഹൈഡ്രോക്വിനോൺ ടെറ്റിനോയിൻ ഒക്കെ മാക്സിമം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്ത ഗ്ലൈക്കോളിക് ആസിഡിലോട്ട് വരുമ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഒക്കെ 6%, 2%, സാലിസിലിക് ആസിഡ് 6%, ഗ്ലൈക്കോളിക് ആസിഡ് 6% ഒക്കെ വരെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനൊക്കെ എബോ ആണെങ്കിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പല ആൾക്കാർക്കും അറിയത്തില്ല ഇതിനകത്ത് ട്രെറ്റിനോയിൻ ഹൈഡ്രോക്വിനോയിൻ ഒന്നും പ്രഗ്നൻസി സേഫ് അല്ല എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്കൊരു ചില ആൾക്കാർ കറക്കാൻ ചാൻസ് ഉണ്ട്, ഈ ഹോർമോൺ ഡെഫിഷ്യൻസി, ഹോർമോൺ ചേഞ്ച് ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ നമ്മൾ ഇത് ഹൈഡ്രോക്വിനോയിനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബേബിയൊക്കെ അഫക്ട് ചെയ്യും. ആ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അടുത്ത നിങ്ങളുടെ സ്കിൻ കെയർ വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ. മൂന്നാമത്തെ റീസൺ എന്താന്ന് വെച്ചാൽ നിങ്ങൾ റോങ് സ്കിൻ കെയർ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ അത് റോങ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ റോങ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നല്ല, ആ പ്രൊഡക്റ്റേ റോങ് ആയിരിക്കും. അതായത് നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ, അതായത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്സിൽ അത് നമ്മുടെ പീൽ ഓഫ് മാസ്കുകൾ, പിന്നെ നമ്മുടെ ഏതാണ് നമ്മുടെ നോസ് സ്ട്രിപ്സുകൾ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്ത ചില ടോണേഴ്സുകൾ അല്ലെങ്കിൽ അസ്ട്രിജൻസുകൾ, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ. ടോണേഴ്സ് ആയാലും അസ്ട്രിജന്റുകളിലും ആൽക്കോഹോൾ കണ്ടന്റ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ മേക്കപ്പ് വൈപ്സുകൾ, ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയറിന് പറ്റിയ സാധനങ്ങളാണ്, നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കുന്ന സാധനമാണ്. അടുത്ത് പറയുന്നത് നമ്മുടെ ഫേസ് വാഷിംഗ് ടൂൾസുകൾ, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യുന്ന ആ ടൂൾസ് ഇല്ലേ, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന, നമ്മളായിട്ട് വാങ്ങി യൂസ് ചെയ്യുന്ന ആ സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നല്ല രീതിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ബാരിയർ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ സ്ക്രബുകൾ എനിക്കറിയാം, ഇപ്പൊ എല്ലാവരും പറയണം ഞാൻ ഇത്രയും വർഷമായിട്ട് എന്റെ ഫേസിൽ സ്ക്രബ് യൂസ് ചെയ്യുന്നു, ഇന്ന് വരെ നമുക്ക് ഡാമേജ് ഒന്നും തോന്നിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പൊ തോന്നത്തില്ല, കാരണം ചെറിയ ചെറിയ രീതിയിലായിരിക്കും ഡാമേജ് വരുന്നത്. ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് ചെറിയ ചെറിയ ബ്രൗൺ കുത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അതൊക്കെ ചിലപ്പോൾ ഇത് ഈ സ്ക്രബുകൾ ഉണ്ടാക്കിയ മൈക്രോ ടിയേഴ്സ് ആണ്. പിന്നെ നിങ്ങൾ നോസ് സ്ട്രിപ്സുകൾ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാവുന്ന ടൂൾസ്, ട്രസ്റ്റ് മീ, ഞാൻ ഇത് രണ്ടും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എന്റെ ഫോണിന്റെ ഫോട്ടോസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലിറ്ററലി കാണിച്ചു തന്നെ, തെളിവ് സഹിതം ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങൾ എന്തെന്ന് വെച്ചാല് എനിക്ക് അത്രയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ആളാണ്. എനിക്ക് ഈ നോസിന്റെ ഏരിയയിൽ കോമ്പിനേഷൻ സ്കിൻ ആൻഡ് ടീസ് കൊണ്ട് അവിടെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള സാധനം. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പീൽ ഓഫ് മാസ്ക്, അതിപ്പോൾ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ നോസ് സ്ട്രിപ്പുകൾ ആയിക്കോട്ടെ, ഇത് രണ്ടും നമ്മൾ ഒരു ലെയർ സ്കിന്നും കൂടിയാണ് വലിച്ചിളക്കി കളയുന്നത്. മാത്രമല്ല നമ്മളൊരു എക്സ്ഫോളിയേറ്റിംഗ് സിറം യൂസ് ചെയ്ത് കളയുന്ന പോലെയല്ല, പ്രോപ്പർ ആയിട്ടായിരിക്കത്തില്ല കളയുന്ന. ഒന്ന് രണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ പോകും നമ്മൾ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ചിലപ്പോൾ അതായിരിക്കും, ചിലപ്പോൾ സെബേഷ്യസ് ഫിലമെന്റ് ആയിരിക്കും, നമ്മുടെ ഫേസിൽ ടൈനി ടൈനി ഹെയർസ് ഒക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷേ ഇങ്ങനെ ടിയർ ചെയ്ത് കളയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ സ്കിന്നിൽ ഒരുപാട് ടിയർ ഉണ്ടാവുകയും അത് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കളയാനായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്? ഈ സാധനം ഒരിക്കലും ഇത് കളയത്തില്ല എന്ന് മാത്രമല്ല
ഇത് നിങ്ങളുടെ സ്കിന്നിൽ ഈ ഓപ്പൺ പോസ്റ്റ് അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യും. വീണ്ടും ലീവ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് അപ്ലൈ ചെയ്യുന്ന സിറമോ ക്രീമോ എന്തോ ആയിക്കോട്ടെ അത് വീണ്ടും ഈ പോസ്റ്റിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോസ് അടയ്ക്കുക അല്ലെങ്കിൽ ക്ലോസ് ആക്കുക അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പോസിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിനകത്ത് പ്രത്യേകിച്ച് മസിൽസ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി പോസ് പോയി അടയാനൊന്നും പോണില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും അതിനായിട്ടുള്ള പോസ് അടയ്ക്കുക അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് പോസിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനുള്ള സാധനങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനുള്ള ഫേസ് മാസ്കുകളോ അല്ലെങ്കിൽ നോസ് സ്ട്രിപ്സുകളോ ടൂൾസോ കൊണ്ട് യാതൊരു യൂസും ഇല്ല. പിന്നെ ഫേസ് വാഷിംഗ് ബ്രഷസ്, നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ നമുക്ക് കൈയുടെ ആവശ്യമേ ഉള്ളൂ, നമുക്ക് ടൂൾസിന്റെ ആവശ്യമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ഫേസ് വാഷിംഗ് ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ വീണ്ടും വീണ്ടും ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ആവുകയാണ്. നമ്മൾ ഡെയിലി ഈ ഫേസ് വാഷിംഗ് ബ്രഷുകൾ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ എക്സ്ഫോളിയേഷൻ നടത്തുകയാണ് നല്ല ലെവൽ. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയും നിങ്ങൾക്ക് മോക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്താണ് മേക്കപ്പ് പൈപ്സ്. മേക്കപ്പ് പൈപ്സിനകത്ത് ഒന്ന് എൻവയോൺമെന്റൽ ഡാമേജ് ആണ്, കാരണം ഇതൊന്നും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഫേസ് വാഷിംഗ് മേക്കപ്പ് പൈപ്സുകളല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട്, ഇതിനകത്ത് ഒരുപാട് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. ഈ ആൽക്കഹോൾ നമ്മുടെ സ്കിന്നെ വീണ്ടും ഡ്രൈ ആക്കും. മൂന്ന്, ഇത് പ്രോപ്പറായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്ത് കളയത്തില്ല. നമ്മുടെ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന മേക്കപ്പ് പോസ്റ്റിലോട്ട് പുഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് കാരണം നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടാനുള്ള ചാൻസ് ആണ്. അപ്പൊ മേക്കപ്പ് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഓയിൽ ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കോക്കനട്ട് ഓയിൽ ഒന്നും ഇല്ലാത്ത ഓയിൽ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനത്തെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ റോങ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഉള്ളത് വാങ്ങിക്കാതെ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഡാമേജും വരുത്താത്തത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാലാമത്തെ റീസൺ സ്കിൻ കെയർ വർക്ക് ചെയ്യാത്തതിന്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലീൻനെസ് ഇല്ലായ്മയാണ്. പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന എന്താ ഉദ്ദേശം, അതായത് നമ്മളിപ്പോ നമ്മുടെ സിറംസ് മോയ്സ്ചറൈസർ ഇതൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണല്ലോ. പക്ഷെ നിങ്ങൾ എത്ര പേര് നമ്മൾ ആ ഡ്രോപ്പർ യൂസ് അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യും അതേ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി സിറംസ് ആണ്. അപ്പൊ അത് നമ്മൾ മോയ്സ്ചറൈസർ ആ ബോട്ടിലിൽ തന്നെ തൊടും. സൺസ്ക്രീൻ നമ്മൾ അതേ കൈ വെച്ചിരുന്നു. അപ്പൊ ഇതിനകത്തെല്ലാം ചെറിയ ചെറിയ രീതിയിൽ പ്രൊഡക്ട്സ് ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന്. ഈ ഡിസ്പെൻസ് ചെയ്ത പ്രൊഡക്ട്സ് അവിടെ ഇരിക്കുകയാണല്ലോ പുറത്ത്, അതിനകത്തോട്ട് ബാക്ടീരിയ വന്നിട്ട് ഡാമേജ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഫംഗൽ ബാക്ടീരിയ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ വീണ്ടും ചെയ്യുന്ന അതേ സാധനമാണ് നമ്മുടെ കയ്യിലെടുക്കുകയും തൊടുകയൊക്കെ ചെയ്യുന്നത്. അത് കാരണം നമുക്കൊരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻകാരൊക്കെ ആണെങ്കിൽ. പിന്നെ നിങ്ങളുടെ മേക്കപ്പ് ടൂൾസ് പ്രോപ്പറായിട്ട് കഴുകിയില്ല, വാഷ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരാളുടെ പ്രൊഡക്ട്സ് നമ്മൾ മേക്കപ്പ് ടൂൾസുകളൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ബാക്ടീരിയൽ ബ്രേക്ക്ഔട്ട്സ് വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പില്ലോയിൽ നിന്ന് വരെ നിങ്ങൾക്ക് ബാക്ടീരിയൽ ബ്രേക്ക്ഔട്ട്സ് വരാം. ഇതൊക്കെ കാരണം നമുക്ക് ചിലപ്പോൾ സ്കിൻ ഡാമേജ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രാവശ്യം അത് കഴുകുകയൊന്നും വേണ്ട. നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ ഇല്ലേ, അതിട്ടൊന്ന് തുടച്ച് മാറ്റുക. അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെക്കുക, ക്ലോത്ത് ഇട്ടൊന്ന് തുടയ്ക്കുക. ക്ലോത്ത് പിന്നെ എപ്പോഴെങ്കിലും 2 ദിവസം എടുക്കണമെങ്കിലോ ക്ലോത്ത് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെ ഒന്ന് പ്രൊഡക്റ്റിന്റെ ബോട്ടിൽസ് ഒന്ന് ക്ലീൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ രീതിയിലുള്ള നമ്മുടെ സ്കിൻ ഡാമേജുകൾ, സ്കിന്നിലാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഹൈപ്പോക്ലോറസ് ആസിഡ് വെച്ചിട്ട് ഫേസിൽ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേ എങ്ങാനും വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടാൽ മതി. ഇത് റീസെന്റ് കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ. എനിക്ക് ആ ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ. ഓക്കെ, എന്റെ ബോട്ടിലെല്ലാം എടുത്തിട്ട് നിരത്തി പിടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ തന്നെ യൂസ് ചെയ്തത്. പക്ഷെ എന്നാലും ഞാനൊന്ന് ഹൈപ്പോക്ലോറസ് ആസിഡ് അടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതല്ലെങ്കിൽ ഞാൻ നോർമലി ചെയ്യുന്നത് സാനിറ്റൈസർ ഇട്ട് അടിക്കും, ടിഷ്യൂ പേപ്പർ ഇട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ക്ലീൻ ക്ലോത്ത് ഇട്ടോ തുടച്ചെടുക്കാറാണ് പതിവ്. അപ്പൊ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയും കൂടെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളായിട്ടുണ്ടാവുന്ന സ്കിൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാവുന്ന മോക്കുരൊക്കെ നമുക്ക് തടയാനായിട്ട് പറ്റും. അടുത്ത അഞ്ചാമത്തേന്ന് വെച്ചാൽ നിങ്ങളിപ്പോ എത്ര സ്കിൻ കെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കിട്ടുന്നില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഡെഡ് സ്കിൻ പ്രോപ്പറായിട്ട് റിമൂവ് ആയിട്ട് പോകുന്നുണ്ടാവില്ല. അപ്പൊ അത് കാരണം നമുക്ക് ആ ഒരു ഗ്ലോ നമുക്ക് ഫേസിൽ ഫീൽ ആകത്തില്ല. കാരണം ഡെഡ് സ്കിൻ ആണ് നമ്മുടെ ഫേസിൽ ഇരിക്കുന്നതെങ്കിൽ പ്രൊഡക്ട്സ് പ്രോപ്പറായിട്ട് ഇൻട്രീറ്റ് ആയി പോകത്തില്ല. അത് മാത്രമല്ല നമുക്ക് ആ ഒരു ഗ്ലോയും കിട്ടാനായിട്ട് പോകുന്നില്ല. കാരണം നമുക്ക് സൺലൈറ്റ് എഫക്റ്റ് ഒന്നും ഡെഡ് സ്കിന്നിൽ കിട്ടാൻ പോകില്ല. അപ്പൊ എല്ലാവരും ചോദിക്കും നാച്ചുറലി നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആയി പോകും. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് അങ്ങനെ പോകാതിരിക്കാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോ കറണ്ട് സിറ്റുവേഷൻ ആയിട്ടൊന്നും അല്ല, നമുക്കൊരു ന്യൂ സ്കിൻ പെട്ടെന്ന് സ്കിൻ സൈക്ലിംഗ് ഒന്ന് സ്ലോ ആവുന്നുണ്ട്. ഏജ് ആവുന്നതാണ് നമ്മുടെ സ്കിൻ സൈക്ലിംഗ് ഒന്ന് സ്ലോ ആവുന്നതുകൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ സ്കിൻ സൈക്ലിംഗ് മാറി പുതിയ സ്കിൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്ലോ കിട്ടും. പക്ഷെ വീണ്ടും പിന്നെ സ്കിൻ സൈക്ലിംഗ് ഡിലേ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ വീണ്ടും നമുക്ക് ഡള്ളായിട്ട് തോന്നും. പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കുകയാണെങ്കിൽ സ്കിൻ സൈക്ലിങ്ങിന്റെ കൂടെ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നും കൂടെ റിമൂവ് ആവാൻ പുതിയ സ്കിൻ പെട്ടെന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് സിറംസോ ക്രീംസോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പീൽസോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
തീരാവുന്നുണ്ടെങ്കിൽ നമ്മുടെ BH പീലിംഗ് സൊല്യൂഷൻസ് 2 ആഴ്ചയിലൊരിക്കലും 3 ആഴ്ചയിലൊരിക്കലും യൂസ് ചെയ്യും. ഞാൻ ഡെയിലി യൂസ് ചെയ്യണമെന്ന് പറയും, സോറി വീക്ക്ലി വൺസ് ഒന്ന് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയും. 3 വീക്സിൽ വൺസോ 2 വീക്സിൽ വൺസോ യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡോ ലാക്ടിക് ആസിഡ് സെറംസ് പീലിംഗ് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നില്ല, അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ HBH ബോഡി വാഷ് ഫേസ് വാഷസ്, അതായത് സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു എക്സ്ഫോളിയേഷൻ നടക്കുകയും ചെയ്യും. നിങ്ങൾ ലിറ്ററലി ബേസിക് സ്കിൻ കെയറിലോട്ട്, അതായത് ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതല്ല നിങ്ങൾ ആക്റ്റീവ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്ഫോളിയേഷൻ ഒരുവിധം പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അതിനപ്പം വീക്ക്ലി വൺസ് ഒക്കെ ഒരു പീല് യൂസ് ചെയ്താൽ 2 ആഴ്ചയിൽ ഒരിക്കലേക്ക് ഒരു പീല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്ഫോളിയേഷൻ പ്രോപ്പറായിട്ട് നടക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിന് ഒരു ഗ്ലോയും കിട്ടും. എക്സ്ഫോളിയേഷനെ പറ്റി കൂടുതലാണെങ്കിൽ അയക്കാണ്ട് ഞാൻ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ഫോളിയേഷന്റെ വീഡിയോ പുതിയ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 റീസണിൽ ഏതെങ്കിലും ഒന്നാണോ നിങ്ങളുടെ സ്കിൻ കെയർ വർക്ക് ചെയ്യാത്തതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റീസൺ തോന്നുന്നെങ്കിൽ വീണ്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത Q&A അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും എത്തുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.